മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതളം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ തേടിപ്പോയി. പണ്ട് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്യൂഷൻ പഠിപ്പിക്കൽ ഒരു ജോലിയായിരുന്നു. കാരണം വരുമാനമൊന്നുമില്ല, കുട്ടികളെ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു പഴയകാല ഒരു സ്ഥിര വരുമാനം കിട്ടുന്ന ജോലി ലഭിക്കുന്നത് വരെയുള്ള ജോലി. അത് കുറച്ചു കാലമൊക്കെ സംഗീതം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു പരിചയമുള്ള ചേട്ടൻ വന്ന് പറയാം, അതെ സാർ, എൻ്റെ മകന് ഒരു ലളിതഗാനം പഠിപ്പിക്കുമോ? യൂത്ത് ഫെസ്റ്റിവൽ അല്ല സ്കൂൾ ഫെസ്റ്റിവലിലൊക്കെ പാടാൻ വേണ്ടി ഒരു ലൈറ്റായിട്ടുള്ള മ്യൂസിക്. അപ്പോൾ ഞാൻ പയ്യനെ ഒരു ദിവസം വരാൻ പറഞ്ഞു. അദ്ദേഹവും പയ്യനും വന്നു. ടെസ്റ്റ് ചെയ്ത് നോക്കി, പാട്ട് താല്പര്യമൊക്കെയുള്ള ആളാണ്. അപ്പോൾ ഞാനൊരു ലൈറ്റായിട്ടുള്ള ലളിതഗാനം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിങ്ങനെ പഠിച്ച് ഒരുവിധം കുഴപ്പമില്ലാതൊക്കെ പാടുന്നു. പക്ഷേ ഒരു പ്രശ്നം, അതിൽ ഈ പറുദീസ എന്നൊരു പ്രയോഗം ഉണ്ടായിരുന്നു, പറുദീസ. അപ്പോൾ അത് പഠിപ്പിച്ചപ്പോൾ ഈ കൊച്ചു പയ്യൻ എപ്പോഴും പറുദീസ എന്നേ പാടൂ. ഈ പറുദീസ എന്ന് പറയുമ്പോൾ അത് തെറ്റായെന്ന്, പറുദീസ സ്വർഗം, പാരഡൈസ് എന്നാണ് ശരിക്കുള്ള വാക്ക്. അവൻ പറുദീസ എന്ന് പാടി. ഞാൻ എത്ര തിരുത്താൻ നോക്കിയിട്ടും ഇവനത് തിരുത്തുന്നില്ല. കാരണം ആ പറയുന്ന വാക്ക് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു അശ്ലീല പദമായിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് ശ്രമിച്ചു. അവൻ എന്തായാലും പറുദീസയ്ക്ക് വരം പറുദീസ എന്ന് വിടാം. അപ്പം ഞാനത് മോശമായിട്ട് തോന്നി. ഞാൻ പറയും, ഈ പാട്ട് പാടണ്ട, നമുക്ക് വേറൊരു ലളിതഗാനം പഠിക്കാം, അടുത്ത ദിവസം വരാൻ പറഞ്ഞു. പിന്നെ അവൻ ആ പരിസരത്തെ വന്നില്ല. അപ്പോൾ ഒരു ദിവസം അവൻ്റെ ഒരു ഫാമിലി ആയിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ വരുന്നില്ല പഠിക്കാൻ, എന്ത് പറ്റി? അപ്പോൾ ഞാനിങ്ങനെ അവരുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനിങ്ങനെ ഈ പറുദീസ എന്ന വാക്ക് എപ്പോഴും പറുദീസ എന്നേ പാടും, അതെന്താണെന്ന് എനിക്കറിയാം, തിരുത്താൻ പറ്റുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആ വൈഫ് പറ, അയ്യോ ഈ കൊച്ചിൻ്റെ അച്ഛൻ വീട്ടിലെല്ലാ ദിവസവും വെള്ളം അടിച്ചെന്ന് പറ എന്നൊക്കെ പറയും. അതവൻ പഠിച്ചു വച്ചിരിക്കണം. കുഞ്ഞുനാളിലെ പഠിച്ചു വച്ചിരിക്കുന്നത് അതങ്ങനെ മറക്കൂല. അതാണ് ചൊട്ടയിലെ ശീലം ചുടലവരെന്ന് പറയും പോലെ. അവൻ പറുദീസ എന്ന് പറയില്ല, പറുദീസ എന്നേ പറയും. പക്ഷെ അത് അങ്ങനെ അവൻ്റെ പാട്ട് പഠിത്തമൊക്കെ നിർത്തി. അവൻ ഇപ്പോൾ വലിയ ആളായി എന്നാണ് തോന്നുന്നത്.